ഈ രാഷ്ട്രീയക്കാരെല്ലാവരും അഴിമതിക്കാരാണ്, അതിന് യാതൊരു തർക്കവും വേണ്ട. പാലോളി മുഹമ്മദ് കുട്ടിയെയും VS അച്യുതാനന്ദനെയും പോലെയുള്ള വളരെ കുറച്ചു പേരെ, കുമ്മനം രാജശേഖരനെയും ഒക്കെ പോലെയുള്ള വളരെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വേഷവും കെട്ടി പൊതുപ്രവർത്തകരെന്ന ലേബലിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരായിട്ട് വിലസുന്നത്. അവരെയൊക്കെ വളർത്തുന്നതോ ഈ പറയുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പ്രതികരണശേഷിയും ചിന്താശേഷിയും ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളും. ഇക്കഴിഞ്ഞ 9.5 കൊല്ലങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. EMS സർക്കാരിന്റെ മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വരെ കാര്യമെടുത്താൽ ഇത്തരത്തിൽ ആരോഗ്യരംഗത്ത് ഇത്രയധികം തകർച്ചയും ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. 9.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു അനുഭവം നമുക്ക് മലയാളികൾക്ക് ഉണ്ടാകുന്നത്. എത്ര പേരാണ് ഈ ഒരു അനാസ്ഥ കൊണ്ട് കേരളത്തിൽ മരണപ്പെട്ടത്? എത്രമാത്രം വീഴ്ചകളാണ് ഈ ഒരു മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ ഒരാളുടെ, ഇതൊരു ഉത്തരേന്ത്യയിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇന്ന് അന്തം കമ്മികൾ ഉടുമുണ്ട് അഴിച്ച് തലയിൽ കെട്ടി ഇവിടെ താളം തുള്ളിയേനെ. ഇത് അടുത്തിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ എന്ത് കോപ്രായവും എന്ത് കോമാളിത്തരവും എന്ത് വിട്ടുവീഴ്ചകളും കാണിക്കുന്നവന്മാരാണ് ഭരിക്കുന്നത്. അവരുടെ പാർട്ടിയാണ് CPM. ഈ വേണുവിന്റെ മരണം കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പല സംഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ പഠിച്ചില്ല. ഒരു മരണം കൂടി തന്ന് നമുക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്.